ചില ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ചു കയറുന്നതിനെ ചൊല്ലിയുള്ള തർക്കം ശിവഗിരി മഠവും NSSും തമ്മിലാണെങ്കിലും ഇതിൽ വെട്ടിലാവുന്നത് കോൺഗ്രസും BJPയുമാണ്. ഷർട്ട് വിവാദത്തിൽ ഏതു പക്ഷം നിന്നാലും ഉണ്ടാവാൻ സാധ്യതയുള്ള അപകടം തിരിച്ചറിഞ്ഞ് തന്ത്രപരമായ മൗനത്തിലാണ് ഇരു പാർട്ടികളും. ഇതിൽ പക്ഷേ നേട്ടമുണ്ടാവുക CPMനാവും. ഷർട്ട് വിവാദത്തിൽ ശിവഗിരി മഠത്തിനൊപ്പമോ NSSനൊപ്പമോ ഏതു പക്ഷം നിന്നാലും മറുഭാഗത്തു നിന്ന് തിരിച്ചടിയുണ്ടാകും. വിഷയത്തിൽ ശരിക്കും പെട്ടുനിൽക്കുകയാണ് കോൺഗ്രസും BJPയും. ശിവഗിരി മഠത്തിനൊപ്പം വന്ന് മുഖ്യമന്ത്രി തന്നെ നിലപാട് പ്രഖ്യാപിച്ചതോടെ ഇതിൽ നേട്ടം കാണുന്ന പാർട്ടി CPM ആണ്. മുഖ്യമന്ത്രിക്കൊപ്പം ശിവഗിരി മഠത്തിനെതിരെ കൂടി NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞതും CPMന് ഗുണമായി. ഈഴവ വോട്ടടിത്തറ തിരിച്ചുപിടിക്കാനുള്ള CPM ശ്രമങ്ങളെ സഹായിക്കുന്നതാണ് വീണുകിട്ടിയതെങ്കിലും ഈ തർക്കം. വെള്ളാപ്പള്ളി നടേശനെയും SNDPയും എതിർക്കും പോലെയല്ല ശിവഗിരി മഠത്തെ എതിർക്കുന്നത്. അത് ഈഴവ വോട്ട് ബാങ്കിൽ വൈകാരിക എതിർപ്പുണ്ടാക്കും. കോൺഗ്രസിനേക്കാൾ ഈഴവ വോട്ട് ബാങ്കിൽ കടന്നുകയറ്റത്തിന് ശ്രമിക്കുന്ന BJPയാണ് ശരിക്കും വെട്ടിലാകുന്നത്. ഷർട്ടൂരണമെന്ന വ്യവസ്ഥ മാറ്റണമെന്ന് പറഞ്ഞത് പിണറായി വിജയനായിരുന്നെങ്കിൽ അതിനെ എതിർത്ത് ആചാര സംരക്ഷണപക്ഷം പിടിക്കാമായിരുന്നു. ഇപ്പോൾ ഈ അഭിപ്രായം പറഞ്ഞത് ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയാണ്. പിണറായി വിജയൻ അതിനോട് യോജിച്ചു എന്നേയുള്ളൂ. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ പ്രതികരണം വന്നില്ലായിരുന്നെങ്കിൽ ഈ വിഷയം ഇത്രത്തോളം ചർച്ചയാകുമായിരുന്നില്ല. ശിവഗിരി മഠം NSS തർക്കമായി മാറില്ലായിരുന്നു. ശിവഗിരി മഠത്തിന്റെ അഭിപ്രായത്തിനെതിരെ പ്രകോപനപരമായിട്ടായിരുന്നു G സുകുമാരൻ നായരുടെ പ്രതികരണം. കാലാകാലങ്ങളിലായി നിന്നു പോകുന്ന ആചാരക്രമങ്ങളെപ്പറ്റി അത് മാറ്റിമറിക്കണമെന്നാണ് ഇത് പറയാൻ. പതിവ് ശൈലി വിട്ട കടുത്ത പ്രതികരണവുമായി ശിവഗിരി മഠവും രംഗത്ത് വന്നു. ശ്രീനാരായണ ഗുരുവിന്റെ അനുയായി എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ള ധാർമ്മികമായ ചുമതലയുണ്ട്, കടമയുണ്ട്, കടപ്പാട്. സുകുമാരൻ നായരെ പോലെയുള്ള കുറെ ആളുകള് ഇപ്പോഴിത് അംഗീകരിക്കുന്നില്ല. അവര് 100 വർഷം പുറകോട്ടാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ സുകുമാരൻ നായരെക്കാൾ കൂടുതൽ അഭിപ്രായ പ്രകടനം നടത്താനുള്ള ധാർമ്മികമായ ചുമതല എനിക്കുണ്ട് എന്ന് സുകുമാരൻ നായർ ധരിച്ചാൽ കൊള്ളാം. ഈ തർക്കത്തിൽ അഭിപ്രായം പറയാതെ തന്ത്രപരമായി മൗനം പാലിച്ച് മുന്നോട്ടു പോകാനാകുമോ എന്ന ചോദ്യത്തിനു മുന്നിലാണ് ഇരു പാർട്ടികളും. കിരൺ ബാബു, പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. ക്ഷേത്രങ്ങളിലെ ഷർട്ട് വിവാദത്തിൽ സുകുമാരൻ നായരെ പിന്തുണച്ചും ശിവഗിരി മഠത്തിന്റെ അഭിപ്രായം തള്ളിയും രമേശ് ചെന്നിത്തല. കേരളത്തിലെ ഓരോ ക്ഷേത്രത്തിനും ഓരോ രീതിയുണ്ട്, അത് കണക്കിലെടുത്തുള്ള തീരുമാനങ്ങളാണ് വേണ്ടതെന്നും ചെന്നിത്തല പറഞ്ഞു. ക്ഷേത്രത്തിൽ കയറാൻ ഉടുപ്പൂരുന്നതുമായി ബന്ധപ്പെട്ട് ശിവഗിരി മഠവും NSSും തമ്മിലുള്ള തർക്കത്തിൽ ഇതാദ്യമായാണ് ഒരു കോൺഗ്രസ് നേതാവ് പ്രതികരിക്കുന്നത്. അല്ല, അത്തരം ഒരു വിവാദത്തിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് ഓരോ ക്ഷേത്രത്തിനും ഓരോ രീതിയിലുള്ള സമ്പ്രദായങ്ങളാണ് കേരളത്തിലുള്ളത്. ശബരിമലയിൽ എല്ലാവർക്കും കയറാം, ഷർട്ട് മുണ്ടിവിടാം. അതേസമയം ഗുരുവായൂർ അങ്ങനെ പറ്റില്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പറ്റില്ല. അത് തീരുമാനിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട തന്ത്രിമാരും മറ്റുള്ളവരും ചേർന്നാണ് തീരുമാനിക്കേണ്ടത്. അപ്പം ഓരോ ക്ഷേത്രത്തിനും ഓരോ രീതിയാണ് കേരളത്തിലുള്ളത്. അപ്പം അത് കണക്കിലെടുത്തുകൊണ്ട് വേണം തീരുമാനമെടുക്കാൻ. അപ്പം അത് ദേവസ്വം ബോർഡും മറ്റു ബന്ധപ്പെട്ട തന്ത്രിയും മറ്റെല്ലാവരുമായി ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കിരൺ ബാബു, പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന്. കിരൺ, അല്പം മുൻപ് കിരണിന്റെ തന്നെ വാർത്തയിൽ വിശകലനത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇതിലൊരു തന്ത്രപരമായ മൗനം തുടരുകയായിരുന്നു കോൺഗ്രസും BJPയും. കാരണം ഇരുവശത്തും തൊട്ടാൽ പൊള്ളുന്ന തരം രാഷ്ട്രീയമാണ് ഉള്ളത്. പക്ഷേ ചെന്നിത്തലയെ സംബന്ധിച്ച് ഇന്നലെ NSS ആസ്ഥാനത്തെത്തിയ ചെന്നിത്തലയെ നമ്മൾ കണ്ടതാണ്, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടതാണ്. NSSനോടൊപ്പം അല്ലാതെ ചെന്നിത്തലയ്ക്ക് ഒരു നിലനിൽപ്പില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് എത്ര നാൾ ചെന്നിത്തലയെ ഒഴിച്ചു നിർത്തി കോൺഗ്രസിന് ഈ വിഷയത്തിൽ മൗനം തുടരാൻ കഴിയും? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ഈഴവ വോട്ട് ബാങ്കിൽ ഉണ്ടാവുന്ന സ്പ്ലിറ്റ്. കിരണിന്റെ തന്നെ ഭാഷയിൽ വീണ് കിട്ടിയ ഈ വിവാദം എങ്ങനെയൊക്കെയാവും കേരള രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുക? ശ്രീജ, ഏറ്റവും പ്രധാനം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് ഒരു വലിയ കുരുക്ക് തന്നെയാണ്. കോൺഗ്രസിനെ ഏത് പക്ഷം പിടിക്കണം എന്നതിൽ വലിയ പ്രശ്നമുണ്ട്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് ഇന്നലെ മറ്റു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെയൊക്കെ ഒഴിവാക്കി മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയെ NSS ആസ്ഥാനത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു. NSSുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നു. ഇന്നലെ G സുകുമാരൻ നായർ തന്നെ NSSന്റെ ജനറൽ സെക്രട്ടറി തന്നെ പറയുന്നു NSSന്റെ പുത്രനാണ് രമേശ് ചെന്നിത്തല എന്ന മറ്റെല്ലാം പറയുന്നു. ആ ഘട്ടത്തിൽ ഇന്നലെ സുകുമാരൻ നായർ വാക്കുകൾക്ക് ആദ്യം അഭിപ്രായം പറഞ്ഞത് ശിവഗിരി മഠത്തിന്റെ പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയാണ്. ആ അഭിപ്രായത്തെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി. അതിനെതിരായിട്ടാണ് NSS ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായം വന്നത്. അതിനുശേഷം വീണ്ടും പ്രകോപനപരമായിട്ട് അല്പം പ്രകോപനപരമായി പറഞ്ഞ ഒരു അഭിപ്രായത്തിൽ അയാൾ ആരാണ് എന്ന മട്ടിലായിരുന്നു G സുകുമാരൻ നായർ അഭിപ്രായം. ഇതിന് അതേ നാണയത്തിൽ
നാണയത്തിൽ തന്നെ തിരിച്ചടി ശിവഗിരി മഠത്തിന്റെ ഭാഗത്തു നിന്നും ശശാനന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അത് ഓരോരുത്തരുടെ സംസ്കാരമാണ് ആ രീതിയിൽ പ്രതികരിക്കുന്നത്. ഇത് സംസ്ഥാനത്തെ 100 വർഷം പിന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. മന്നത്ത് പത്മനാഭന്റെ അഭിപ്രായം അതായിരുന്നില്ല. അദ്ദേഹം ഇത്തരം പുരോഗമനപരമായ നിലപാട് സ്വീകരിച്ച ആളാണ്. ഇത്തരം ആളുകൾക്കെതിരെ അടക്കം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അവരുടെ പാതയാണോ പിന്തുടരുന്നത്? ഹിന്ദുക്കൾ തന്നെ അത്തരം പുരോഗമനത്തിന് എതിര് നിൽക്കുന്ന ആളുകളുടെ പാതയാണോ ചിലർ പിന്തുടരുന്നതെന്ന് സംശയമുണ്ട് എന്ന് അടക്കം പറഞ്ഞിരുന്നു. അത്തരം ഒരു തർക്കത്തിൽ ജി സുകുമാരൻ നായരെ പിന്തുണച്ചേ മതിയാവൂ രമേശ് ചെന്നിത്തലയ്ക്ക്. അതുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തല അപ്പോഴും അഭിപ്രായം പറയുമ്പോൾ ഈ 2 വിഷയത്തിൽ ശിവഗിരി മഠത്തെക്കുറിച്ചോ അല്ലെങ്കിൽ NSSനെ കുറിച്ചോ അഭിപ്രായം പറയാതെ ഷർട്ടിനെ കുറിച്ച് ഒഴുക്കൻ മട്ടിൽ ഒരു അഭിപ്രായം പറഞ്ഞ് മാറുകയാണ് രമേശ് ചെന്നിത്തല. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേരിടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയും ഇതുതന്നെയാവും. ഒരു ഭാഗത്ത് നിന്ന് ശിവഗിരി മഠത്തിന്റെ അഭിപ്രായം വരുന്നു, ഷർട്ട് ഊരിക്കൊണ്ട് ക്ഷേത്രത്തിൽ കയറണം എന്നുള്ള ആചാരം അനാചാരമാണ്, ഇത് തിരുത്തണം എന്നുള്ള അഭിപ്രായം. മറുഭാഗത്ത് ഇത് തിരുത്താൻ കഴിയില്ല എന്ന് NSSന്റെ അഭിപ്രായം. ഇതിൽ NSSനൊപ്പമാണോ ശിവഗിരി മഠത്തിനൊപ്പമാണോ കോൺഗ്രസ് നിൽക്കേണ്ടത് എന്നുള്ളത് വലിയ വിഷയം കോൺഗ്രസിന് മുന്നിലുണ്ട്. സമാനമായ വിഷയം നേരിടുന്ന മറ്റൊരു പാർട്ടി BJP ആണ്. BJPയെ സംബന്ധിച്ച് കേരളത്തിൽ CPMനെ ഒരു കാലത്ത് എല്ലാ കാലത്തും CPMന്റെ വലിയ ശക്തി കേന്ദ്രമായിരുന്ന ഈഴവ വോട്ട് ബാങ്കിലേക്കാണ് ഏറ്റവും കൂടുതൽ കടന്നുകയറ്റം BJPക്ക് കഴിയുന്നതും അതിന് ശ്രമിക്കുന്നതുമെല്ലാം. BDJS രൂപപ്പെടുത്തിയ കാലം മുതൽ തന്നെ അത്തരം ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് BJP മുന്നേറുന്നത്. ഈഴവ വോട്ട് ബാങ്ക് ഏറ്റവും പ്രധാനമായ ആലപ്പുഴയായാലും അല്ലെങ്കിൽ ആറ്റിങ്ങിലായാലും BJP വലിയ മുന്നേറ്റമുണ്ടാക്കിയ 2 ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസികൾ കൂടിയാണ്. അത്തരം ഒരു നീക്കം നടന്ന ഘട്ടത്തിൽ NSSും ശിവഗിരി മഠവും രണ്ട് പക്ഷത്തായി നിന്ന് ഒരു തർക്കം വരുമ്പോൾ അതിൽ ഏത് പക്ഷം നിൽക്കും എന്നുള്ളൊരു വെല്ലുവിളിയുണ്ട്. സ്വാഭാവികമാണ് അത്തരമൊരു വെല്ലുവിളിയിൽ ഏത് പക്ഷം നിന്നാലും മറുഭാഗത്തിന്റെ എതിർപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. ഈ 2 ഭാഗത്തെയും പിണക്കാൻ കഴിയില്ല. CPMനെ സംബന്ധിച്ചാണെങ്കിൽ അങ്ങനെയല്ല. CPM വ്യക്തമായി തന്നെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. CPMന് പ്രധാനം ശിവഗിരി മഠത്തിന്റെ അഭിപ്രായമായി യോജിച്ചു നിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി തന്നെ നിലപാട് വ്യക്തമാക്കിയ സ്ഥിതിക്ക് അവിടെ CPMനെ രാഷ്ട്രീയമായും അല്ലെങ്കിൽ വോട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ അവിടെയും അവർ ഒരു നേട്ടം കാണുന്നുണ്ട്. എന്തായാലും വളരെ തന്ത്രപൂർവ്വമായിരിക്കും ഇനിയായാലും കോൺഗ്രസിന്റെ നേതാക്കൾ കെ സുധാകരന്റെ പ്രതികരണം വരാനിരിക്കുന്നു. അതോടൊപ്പം തന്നെ VD സതീശൻ അടക്കമുള്ളവരുടെ പ്രതികരണം ഒക്കെ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പരമാവധി കക്ഷി പിടിക്കാതെ അല്ലെങ്കിൽ ഇരുപക്ഷവും ചേരാതെ ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാം എന്ന് തന്നെയാവും ഈ മറ്റ് പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കളും ഇനിയുള്ള ദിവസങ്ങളിൽ ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുക. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത് ഡെസ്കിൽ നിന്ന്. ഒരു അപ്രതീക്ഷിതമായി ഉയർന്നു വരുന്ന ഒരു രാഷ്ട്രീയ വിവാദത്തിൽ ഒരു ഭാഗത്ത് NSSും മറുഭാഗത്ത് ശിവഗിരി മഠവുമായ സാഹചര്യത്തിൽ വളരെ വളരെ ശ്രദ്ധയോടെയായിരിക്കും എന്തായാലും രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് സ്വീകരിക്കൽ.